ഡിസൈനർ വൈബ് കിട്ടാൻ ഐപാഡ് എടുത്ത് ഇവിടെ വെക്കണം വേണ്ടല്ലേ, കുറച്ച് പട്ടിഷോ വൈബ് തന്നെ. എൻ്റെ ലേറ്റസ്റ്റ് സ്കെച്ച് ബുക്കിലേക്ക് നമുക്ക് നോക്കാം. ഇവനാണ് ഇപ്പോൾ എൻ്റെ സന്തത സഹചാരി. ആദ്യത്തെ പേജ് എടുക്കുക, കുത്തി വരയ്ക്കുക. ഞാനൊരു ബൈക്ക് ഭ്രാന്തനാണ്. സ്കെച്ച് ബുക്ക് എന്ന് പറഞ്ഞ സാധനം വേണ്ട നമുക്ക്. ആക്ച്വലി ഷോക്ക് അബ്സോർബറിൻ്റെ ആക്ഷൻ, കൊച്ചി വെട്ടിൻ്റെ ടിക്കറ്റാണ്. പ്രാക്ടീസ് സ്കെച്ച് ആണെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ വരച്ചോ. ഞാൻ 20 വയസ്സുള്ള ഒരുത്തനെ വരച്ച 40 വയസ്സ് നശിപ്പിക്കാൻ റെഡിയായി. ഈ സ്കെച്ച് ബുക്ക് എന്ന് പറഞ്ഞ ഉടായ്പിനുണ്ടാക്കിയതാണ്. ഞാൻ അതിലൊരു വലിയ ദുരന്തമാണെന്നുള്ള കാര്യം എന്നും വരച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും വരച്ചുകൊണ്ടിരിക്കുകയാണ്. നശിച്ചിട്ടില്ല, ഇപ്പോൾ നശിപ്പിച്ചേക്കാം. ഹലോ ബഡിംഗ് ഡിസൈനേഴ്സ്, വെൽക്കം ടു വാട്ട്സ് ഇൻ മൈ സ്കെച്ച് ബുക്ക്. എൻ്റെ പേര് അശ്വിൻ. ഞാൻ NIDയിൽ നിന്ന് മാസ്റ്റർ ഓഫ് ഡിസൈൻ ഇൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഓട്ടോമൊബൈൽ ഡിസൈൻ എടുത്തു. അതിനുശേഷം ഇപ്പോൾ സിറ്റോ മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ കമ്പനിയിൽ ഞാൻ മോട്ടോർ സൈക്കിൾ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് എൻ്റെ സ്കെച്ച് ബുക്കിലുള്ളതെന്നും പിന്നെ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് മേ ബി ഞാൻ ഫ്രം ദ ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഒരു ഡിസൈനർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്പിംഗ് ആയിട്ട് എന്തെങ്കിലും കൂടെ കൊണ്ടുവരാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ. സ്കെച്ച് ബുക്കുകളെ പറ്റി പറയുമ്പോൾ എൻ്റെ കയ്യിൽ പലതരം, പല ആകൃതിയിൽ, പല സൈസിലുള്ള സ്കെച്ച് ബുക്കുകളുണ്ട്. ഇത് വന്നിട്ട് A6 സൈസ് സ്കെച്ച് ബുക്കാണ്. ഇത് 10 സെന്റിമീറ്റർ ക്രോസ് 10 സെന്റിമീറ്ററിന്റെ സ്ക്വയർ സ്കെച്ച് ബുക്കാണ്. ഇതുപോലെ ഇതിന്റെ തന്നെ ഒരു വല്യപ്പൻ ഉണ്ട്, അവൻ 20 ക്രോസ് 20 ആണ്. ഇതൊക്കെ ഭയങ്കര ഫണ്ണാട്ടോ. ഇതിൽ വരയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. കാര്യം എന്താ വെച്ചാൽ ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്രയും വൈഡ് ആയി കിട്ടുന്നുണ്ട്. പല ടൈപ്പ് ഓഫ് സ്കെച്ചസ് ചെയ്യാൻ പറ്റും, വൈഡ് ആംഗിളിലുള്ള സ്കെച്ചസ് ചെയ്യാൻ പറ്റും. അത് ആക്ച്വലി ഫണ്ണാണ്. അത് നമ്മൾ വരച്ചു തുടങ്ങുമ്പോൾ ഉള്ളതാണ്. പിന്നെ ഇത് A5 സൈസ് സ്കെച്ച് ബുക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം A5 എന്താണെന്നുള്ളത്. A4 എല്ലാവർക്കും സുപരിചിതമായിരിക്കും, A4 സൈസ് സ്കെച്ച് ബുക്ക്. പിന്നെ A3 ഉണ്ട്. A3 ഞാൻ ആക്ച്വലി കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇവനാണ് ഇപ്പോൾ എൻ്റെ സന്തത സഹചാരി. A6ന്റെ ഹാഫ് ആണ്. ഇവനെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ A4 സൈസ് ഷീറ്റ് എടുത്തിട്ട് മടക്കി കട്ട് ചെയ്ത് സ്റ്റേപ്പിൾ അടിച്ചെടുത്തു. എന്നിട്ട് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാം, എങ്ങനെ വേണം കൊണ്ടു നടക്കാം. ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ സ്കെച്ച് ബുക്ക് എന്ന് പറഞ്ഞ ഉടായ്പിന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ A4 സൈസ് ഷീറ്റ് എടുക്കുക, വെട്ടുക, നിങ്ങൾക്ക് തോന്നുന്ന സ്കെച്ച് ബുക്ക് ഉണ്ടാക്കാം. അപ്പം സ്കെച്ച് ബുക്കിന് കടയിൽ പോയി വാങ്ങണമെന്നൊന്നുമില്ല. അപ്പോൾ സ്കെച്ച് ബുക്ക് എന്താണെന്നും അതിനോട് എങ്ങനെയാണ് എനിക്ക് ഇത്രയും സ്കെച്ച് ബുക്കുകൾ കയ്യിൽ വന്നതെന്നും പിന്നെ അതിലോട്ടുള്ള ജേണി എന്താണെന്നുള്ളതാണ് നമുക്കിനി അടുത്ത് നോക്കാൻ ഉള്ളത്. ഇത് ഞാൻ A4 സൈസ് സ്കെച്ച് ബുക്ക് എന്ന് പറഞ്ഞ് കാണിച്ച സ്കെച്ച് ബുക്ക്. ഇതിലാണ് ഞാൻ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് നമ്മളെ ജേണി പോയെന്നുള്ളത്. ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത പുള്ളിയുടെ പടം തന്നെയാണ്. നിങ്ങളൊരു ഇരുന്ന് ലൈഫ് സ്കെച്ച് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആ സെഷൻ ചെയ്ത സമയത്ത് പുള്ളി എന്നെയും വരയ്ക്കുന്നു, ഞാൻ പുള്ളിയും വരയ്ക്കുന്നു എന്നുള്ള സാധനമായിരുന്നു. പിന്നെ കുറച്ച് ലോഗോ ഡിസൈൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്തിരുന്നു. അപ്പോഴും എന്താ പറയുക, ഈ സ്കെച്ച് ബുക്ക് എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ തലയിൽ കയറിയിട്ടില്ല. ലോലി നമ്മൾ എന്താ ഈ സ്കെച്ച് ബുക്ക് വരച്ചു തുടങ്ങി. അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. ആസ് എ ഡിസൈനർ നമ്മൾ സ്കെച്ചിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഇതൊക്കെ പെർസ്പെക്റ്റീവ് ലേണിംഗ്, ലൈവ് സ്കെച്ചിങ്, അങ്ങനത്തെ കുറെ പ്രാക്ടീസ് ഇവിടെ ചെയ്ത സമയത്ത് ചെയ്ത കുറെ സ്കെച്ചസ് ആണ് ഇതിൻ്റെ അകത്ത്. കുറെ ഫ്ലോപ്പുകളുണ്ട്, കുറെ നല്ല സ്കെച്ചസ് ഉണ്ടാവാം. പിന്നെ ടൈപ്പോഗ്രാഫി ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ. പ്രാക്ടീസ് ടൈമിങ്ങിലാണ് ആക്ച്വലി. പിന്നെ മലയാളവും ഇംഗ്ലീഷും അതൊക്കെ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാമെന്ന് പല രീതിയിൽ ഞാൻ ട്രൈ ചെയ്തിരുന്നു. പിന്നെ ഇത് വന്നിട്ട് ഒരു ചെറിയൊരു സ്ലോഗൻ, മായ ആഞ്ചലോന്റെ ഒരു സ്ലോഗൻ, എങ്ങനെ നമുക്കതിനെ ഇമേജിൽ ഡെപ്പിക്ട് ചെയ്യാന്നുള്ള അങ്ങനത്തെ ട്രൈ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പല ക്വസ്റ്റ്യൻസ് ട്രൈയിങ് ഉണ്ടായിരുന്നു. പല ടൈപ്പ് ഓഫ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ കാണുന്ന ഈ പെൻ ബ്ലാക്ക് സ്കെച്ചസ്, കാറുകളുടെ സ്കെച്ചസ് ഒക്കെ ബേസിക്കലി ഈ ഒരു സ്കെച്ച് ബുക്കിനെ തന്നെ റീയൂട്ടിലൈസ് ചെയ്തതാണ് ബേസിക്കലി ഞാൻ ചെയ്തത്. ഇവിടെ കിടക്കുന്ന ഒരു ഇമേജിന്റെ മുകളിൽ കൂടെ പിന്നെ ഞാൻ റീയൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു സ്കെച്ച് ബുക്കിനെ യൂസ് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മൾ വരച്ചിട്ട് അതിനെ എടുത്ത് മറ്റേ ഫ്രെയിം ചെയ്ത് വെക്കുന്നതിനെ കാട്ടി നല്ലത് അതിനൊക്കെ റീയൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് എടുക്കേണ്ട സാധനങ്ങൾ എടുക്കുക. പ്രാക്ടീസ് സ്കെച്ച് ആണെങ്കിൽ അതിന്റെ മുകളിൽ കൂടെ വരച്ചോ, അല്ലെങ്കിൽ പിന്നെ റീയൂട്ടിലൈസ് ചെയ്യുക. എന്തിനാണ് പേപ്പർ കളയുന്നത്? ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ആക്ച്വലി അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. കുറെ റീയൂട്ടിലൈസ് ചെയ്ത് ഈ പേജിനൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ള ഒരു ഐഡിയയിൽ അങ്ങനെ കുറെ സ്കെച്ചസ്, ഹ്യൂമൻ ഡ്രോയിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ലൈവ് സ്കെച്ചിങ്. പിന്നെ എന്താ പറയുക, ഇവിടെ ഒരു സാധനമുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ പേപ്പർ എന്ന് പറയുന്നത് കൊച്ചി മെട്രോന്റെ ടിക്കറ്റാണ്. അപ്പം അതിനെങ്ങനെ റീയൂട്ടിലൈസ് ചെയ്യുന്നത്? എന്ത് പേപ്പർ കിട്ടിയാലും അതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കണം. അപ്പോൾ സ്കെച്ച് ബുക്ക് എന്ന് പറഞ്ഞ സാധനം വേണ്ട നമുക്ക്. ആക്ച്വലി സ്കെച്ചിങ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ സ്കെച്ച് ബുക്കിന്റെ ആവശ്യമില്ല. സോ ബട്ട് ദീസ് ആർ ഓൾ പാർട്ട് ഓഫ് സ്കെച്ചിങ് ആൻഡ് സ്കെച്ച് ബുക്ക് ആസ് എൻ ഇമോഷൻ അങ്ങനെ പറയാം. അപ്പോൾ റീയൂട്ടിലൈസ് ചെയ്യാൻ സ്റ്റേപ്പിളൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ ഇവിടെ ഒരു വണ്ടിയുടെ ഒരു സ്വിങ്ങാമൊക്കെയാണ് വരച്ചേക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ജേണി അങ്ങനെ പോയി. അതിനുശേഷം ഞാൻ ഇപ്പോൾ കറന്റ്ലി സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കെച്ച് ബുക്കാണ്
ഇത് A5. നേരത്തെ A5നെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തന്നെ ഈ സ്കെച്ച് ബുക്കാണ് ആക്ച്വലി ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ വഴിയെ ഈ ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കെച്ച് ബുക്ക് യൂഷ്വലി എല്ലാവരുടെയും പ്രശ്നം വെച്ചാൽ സ്കെച്ച് ബുക്ക് കയ്യിലെടുക്കുന്നു, നമ്മളെടുത്ത് മാറ്റി വയ്ക്കുന്നു. കാര്യം എന്താ വെച്ചാൽ ആദ്യം വരയ്ക്കുന്ന സ്കെച്ച് ബ്യൂട്ടിഫുൾ ആയിരിക്കണം, പിന്നെ എല്ലാം ബ്യൂട്ടിഫുൾ ആയിരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത അത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ളത് ആക്ച്വലി ഞാൻ ത്രൂ ദി എക്സ്പീരിയൻസ് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ പേജ് എടുക്കുക, കുത്തി വരയ്ക്കുക, എന്തെങ്കിലും വൃത്തികേട് എഴുതി വെക്കുക. വൃത്തികേട് ഇൻ ദ സെൻസ് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ ഒരു പർട്ടിക്കുലർ പേജ്, ഈ പേജിൽ ഞാൻ കുറെ ബൈക്ക് വരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്റേതായ കുറെ കമന്റ്സ് ഞാൻ അതിൽ തന്നെ എഴുതി. അപ്പൊ ഫസ്റ്റ് പേജ് തുറക്കുമ്പോൾ തന്നെ ഓക്കെ ഷാബി ആയി, ഇനി എനിക്ക് റഫ് വർക്ക് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയി എന്ന് കൂട്ടിക്കൊണ്ടായി. പിന്നെ അങ്ങോട്ട് ഓരോ സ്കെച്ച് വരയ്ക്കുമ്പോഴും ആ സ്കെച്ച് ബുക്കിന്റെ നീറ്റ്നെസ് അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നേ ഉണ്ടാവില്ല. അത് ആക്ച്വലി ഒരു സൈക്കോളജിക്കൽ ഹാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പൊതുവെ സ്കെച്ച് ബുക്ക് എടുത്ത് ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന പ്രക്രിയ നമ്മൾ യൂഷ്വലി കാണുന്നതാണ്. അതിനെങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ളത് ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഈസി വഴി എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു ബൈക്ക് ഭ്രാന്തനാണ്, മോട്ടോർ സൈക്കിൾ ഡിസൈനറാണ്. അപ്പൊ അതിന്റെ കുറെ പടങ്ങൾ ഇപ്പൊ ബൈക്ക് കാണുമ്പോൾ എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്നത് എന്റെ പടം ഒന്ന് വരച്ചാടാ, നീ ബൈക്കല്ലേ വരയ്ക്കുള്ളൂ. ഞാൻ ഫ്രണ്ട്സിന്റെ പടം വരച്ചുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർക്കൊരു 10-40 വയസ്സ് ആവും. ഞാൻ 20 വയസ്സുള്ള ഒരുത്തനെ വരച്ചാൽ 40 വയസ്സാവും. പക്ഷെ എനിക്ക് ബൈക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അത് അങ്ങനെ വരച്ച് പോകുന്നു. പല ബൈക്കുകളെ പറ്റി ശ്രദ്ധിക്കുന്നു. ഒരു സാധനം വരയ്ക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന എന്തോ ഒന്ന് മിസ്സിംഗ് ആണല്ലോ. അപ്പൊ അതിനെ പോയി സെർച്ച് ചെയ്യുക, അതിനെപ്പറ്റി മനസ്സിലാക്കി എക്സ്പ്ലോർ ചെയ്യുക. സോ മച്ച് ഫൺ ആക്ച്വലി. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ബൈക്കുകൾ ഒരുപാട് കാണാൻ പറ്റും എൻ്റെ സ്കെച്ച് ബുക്കിൽ. ബൈക്ക് ആൻഡ് 2 വീലേഴ്സ് മോസ്റ്റ്ലി. ഇവിടെ വരുമ്പോൾ കാണാൻ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് ഒരു ബൈസൈക്കിളിലോട്ട് മാറി, സൈക്കിളിന്റെ സംഭവമായി. ഈ സൈക്കിള് പെട്ടെന്ന് എന്തോ ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു, ഞാൻ ഡെക്കാത്ലോണിലൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് സൈക്കിൾ കണ്ടു, പെട്ടെന്ന് സൈക്കിളിനോട് ഒരു ക്രേസ് തോന്നി. അങ്ങനെ സ്കെച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് പല ടൈപ്പ് ഓഫ് സൈക്കിൾസ് വെച്ച് തുടങ്ങിയത്. സൈക്കിളിന്റെ ഹാൻഡിലിന്റെ ഒരു ഡീറ്റെയിൽ പാർട്ട്, ഓക്കെ. പിന്നെയും റിട്ടേണിംഗ് ബാക്ക് ടു ബൈക്സ്. ഒരുപാടൊന്നും നിന്നില്ല, തിരിച്ച് സൈക്കിളിൽ തന്നെ എത്തി. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓക്കെ ഒരു സൈക്കിൾ ഉണ്ട്. പിന്നെയും സൈക്കിളിന്റെ ഡീറ്റെയിലിംഗ്, സിംഗിൾ മോൾഡ് ഡിസൈൻ, ഭയങ്കര എക്സ്പ്ലോറേഷൻ ഫൺ ആയിട്ട് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇവിടെ ഷോക്ക് അബ്സോർബറിന്റെ ആക്ഷൻ ഐ ഡോണ്ട് നോ. ആക്ച്വലി സൈക്കിൾ വരച്ചു. പിന്നെ ഇതെന്ന് പറഞ്ഞ ഒരു ട്രൈ ഔട്ട് ആയിരുന്നു. നമ്മളുടെ സാധാരണ ബോൾ പെൻ, കളർ ബോൾ പെൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ നോക്കിയാൽ മനസ്സിലാവുമായിരിക്കും. ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളർ സസ്പെൻഷനും ടാങ്കിലെ റിഫ്ലക്ഷൻസും ഡീറ്റെയിൽസും ഇതൊക്കെ വെറും ബോൾ പോയിന്റ് പെന്നും ഹാച്ചിങ്ങും ബ്ലാക്ക് പെന്നും യൂസ് ചെയ്ത് കുറച്ച് ഡാർക്കൻ ചെയ്ത് എടുത്തതാണ്. സോ ഇങ്ങനെ ഒരുപാട് സ്കെച്ചസ് കാണാൻ പറ്റും. സ്റ്റിൽ ഡ്രോയിങ്. ആൻഡ് ഇത് വന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ വരച്ച സ്കെച്ചാണിത്. അപ്പോൾ അത് ഞാൻ നിർത്തുന്നില്ല, എന്നും വരച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട് വരച്ച കുറച്ച് ഡീറ്റെയിൽഡ് ഇമേജസ് ആൻഡ് കുറച്ച് അല്ലാത്ത ഇമേജസ് ഒക്കെയാണ്. നിങ്ങളിപ്പോൾ നോക്കുക, കുറച്ച് നേരം എടുത്ത് തന്നെ വരച്ചതാണ്, ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെ വരച്ചതാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ അതിൽ സ്നേഹം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ബാക്ക്ഗ്രൗണ്ടിലെ ഒരു ഗ്രീൻ ബോക്സ് ഒക്കെ വരുന്നതും അങ്ങനെയൊക്കെ കാര്യങ്ങൾ. പക്ഷെ ഇതുപോലത്തെ സംഭവങ്ങൾ വരച്ചതിന് ശേഷം ക്രിട്ടിക് റിവ്യൂസ് വരുമ്പോൾ നമ്മൾ ആ ഒരു സ്കെച്ചിനെ മാറ്റം വരുത്താനും ക്രിറ്റിസിസംസ് അക്സെപ്റ്റ് ചെയ്യാനും ഇതിനെ നശിപ്പിക്കാനും റെഡിയായിരിക്കും. നശിച്ചിട്ടില്ല, കുറച്ചുകൂടെ നശിപ്പിച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പല ആൾക്കാർക്കും തോന്നിയിട്ടുണ്ടാവും ഇവന് വേറെ പണിയൊന്നുമില്ല, ഇവർ വലിച്ചു കീറിയ സ്കെച്ച് നല്ല സ്കെച്ചായിരുന്നു കീറിയത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഞാനല്ലേ വരച്ചത്. ഇതിലൊരു ചേഞ്ച് വരുത്തിക്കൊണ്ട് പുതിയൊരു സ്കെച്ച് വരയ്ക്കാൻ എനിക്ക് പറ്റും. നിങ്ങളും അതുപോലെയാണ്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കണം. നിങ്ങൾ ഈ ഒരു ഫുൾ വീഡിയോ കണ്ട് മനസ്സിലാക്കി കുറേ ടിപ്പുകൾ കേട്ടു, കുറേ സ്കെച്ചസ് കണ്ടു, കുറേ തള്ളുകൾ കേട്ടു അല്ലേ. അപ്പോൾ എനിക്കിനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കീപ് സ്കെച്ചിങ്, കീപ് വർക്കിംഗ്, യു ക്യാൻ ഗെറ്റ് ഇറ്റ്.